എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷാനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. എല്ലാവർക്കും സായിരാം. 23-ാമത്തെ ശ്ലോകം. ദേഹോഹമിത്യയം മൂഢോ ധൃത്വാ തിഷ്ഠത്യഹോ ജനഃ മമായമിത്യഭിജ്ഞാത്വാ ഘടദൃഷ്ടേവ സർവദാ. ദേഹോഹമിത്യയം മൂഢോ ധൃത്വാ തിഷ്ഠത്യഹോ ജനഃ മമായമിത്യഭിജ്ഞാത്വാ ഘടദൃഷ്ടേവ സർവദാ. ഇപ്പോ 17-ാമത്തെ ശ്ലോകത്തിൽ ആരംഭിച്ചു. അഹം ദേഹവിലക്ഷണ എന്ന ആശയത്തെയാണ് വിവരിച്ചു തന്നത്. അഹം ദേഹവിലക്ഷണ. ഇവിടെ അഹം ദേഹ, ഞാൻ ഈ ഉടൽ തന്നെ. അയം ദേഹ അഹം ഇതി, ഈ ശരീരം തന്നെയാണ് ഞാൻ എന്ന് മൂഢഃ ജനഃ, മൂഢരായ മനുഷ്യർ, അറിവില്ലാത്ത മനുഷ്യർ, തിഷ്ഠതി അഹോ, അങ്ങനെ വിചാരിച്ചു നിൽക്കുന്നു, കഷ്ടം എന്നാണ് പറയുന്നത്. അയം ദേഹ അഹമിതി, ഈ ശരീരം തന്നെയാണ് ഞാൻ എന്ന് ആരാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്? മൂഢന്മാരായ മനുഷ്യർ, അറിവില്ലാത്ത മനുഷ്യർ, അജ്ഞാനികൾ. ഞാൻ ഈ ശരീരം തന്നെയാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്നു, കഷ്ടം, എന്ത് ചെയ്യാം? ധൃത്വ ആണ്, ഉറച്ച വിശ്വാസത്തോടെയാണ് അവരിയ്ക്കുന്നത്. അവരെ മാറ്റാൻ എളുപ്പമല്ല. കാരണം ജന്മജന്മാന്തരമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ് ഞാൻ ഈ ശരീരമാണ് എന്നുള്ളൊരു വിശ്വാസം. ഒരു ജന്മത്തിലല്ല, എത്രയോ ജന്മങ്ങളിൽ അങ്ങനെ 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 കടന്നു വന്നിരിക്കുകയാണ്, ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അത് ധൃത്വ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉറച്ച വിശ്വാസത്തോടെ, ദേഹോഹമിത്യയം മൂഢോ ധൃത്വാ തിഷ്ഠത്യഹോ ജനഃ. അപ്പൊ ഈ ശരീരം തന്നെയാണ് ഞാൻ എന്ന് ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നു നമ്മൾ. ആചാര്യസ്വാമികൾ പറയുന്നു, ഇവരൊന്നും അറിയാത്തവരൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇവര് ഒന്നും അറിയാത്തവരല്ല. തീർത്തും അജ്ഞരാണോ? അല്ല, തീർത്തും അജ്ഞരല്ല. തീരെ ചെറിയ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് തരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അവർക്ക് സമയമാകുമ്പോൾ അവർക്ക് അങ്ങനെ നമ്മളാണ് സമയം നോക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ സമയം നോക്കി അതിന് വിശന്നു എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ കൈ നമ്മുടെ വായിലോട്ട് കൊണ്ടുവരുന്ന പറയുന്നത്. അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ അത് കാണാൻ പറ്റും എന്ന് പറയുന്നു. ആ കുഞ്ഞ് ആ സമയം സ്വശരീരം ഞാൻ എന്ന ബോധത്തിലല്ലത്രേ. ആ സമയത്ത് ഈ വായ കുഞ്ഞിന്റെ വായയിലേക്ക് വരണമെന്നില്ല, നമ്മുടെ വായയിലേക്ക് വെച്ചാലും അതിന്റെ വിശപ്പ് മാറും എന്നാണ് അത് ആ സമയത്ത് വിചാരിക്കുന്നത് എന്ന് പറയുന്നു. കാരണം അത് ഞാൻ ഈ ശരീരമാണ് എന്ന വിചാരം അതിന് ആ സമയത്തില്ല എന്ന് പറയുന്നു. തീരെ ചെറിയൊരവസ്ഥയിലത്തെ കാര്യം പറയുന്നത്. നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇവരൊക്കെ വലിയ വലിയ ആചാര്യന്മാര് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തീരെ ചെറിയ കുഞ്ഞ് അതിന് വിശന്നു എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് കൈ പതുക്കെ നമ്മുടെ വായിലോട്ട് കൊണ്ടുവരുന്ന പറയുന്നത്. അമ്മയുടെ വായിലേക്ക്, അമ്മ അടുത്തിരുന്ന് കൊക്കത്ത് വെച്ച് കൊടുക്കുമ്പോൾ അമ്മയുടെ വായിലോട്ട് ആ കൈ കൊണ്ടുവരും. അപ്പോ ആ സമയം സ്വശരീരം ഞാൻ എന്ന ബോധത്തിലായിച്ചില്ല കുഞ്ഞ്.
പതുക്കെ പതുക്കെ വിശപ്പ് മാറാതെ ഇരിക്കുമ്പോൾ ആണ് കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പതുക്കെ കുഞ്ഞിന്റെ വായിലോട്ട് കൊടുക്കും. അങ്ങനെ അത് ശീലിപ്പിച്ച് വരുമ്പോ എൻ്റെ വിശപ്പിന് ഞാൻ കഴിക്കണം, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധത്തിലേക്ക് വന്ന് മുന്നോട്ട് വരും. എൻ്റെ ശരീരമാണ്, എൻ്റെ വിശപ്പാണ്, എൻ്റെ വിശപ്പിന് ഞാൻ കഴിച്ചാൽ എൻ്റെ ഈ ശരീരം വലുതാവും, ഞാൻ ഈ ശരീരമാണ് എന്ന് ആ ബോധം അങ്ങോട്ട് ഉറയ്ക്കും. രണ്ടാമത്തെ വരിയിൽ പറയുന്നത്, ഈ മൂഢന്മാർ കുറച്ചൊക്കെ അറിയാം, ഒട്ടും അറിയായികയില്ല, കുറെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയെന്നാൽ ഏതാണ് എൻ്റേത് എന്ന് ഞാൻ പറയുന്നുവോ അത് ഞാനല്ല എന്നും അറിയാം. എൻ്റേത് എന്ന് പറയുമ്പോൾ അത് ഞാനല്ല എന്നും ഈ മൂഢന്മാരായിട്ടുള്ള ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് അറിയാമെന്നാ പറയുന്നത്. നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. എൻ്റേത് എന്ന് നമ്മൾ പറയാറുണ്ട്, എൻ്റെ കൈ എന്ന് പറയാറുണ്ട്, എൻ്റെ കാല്, എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ചെവി എല്ലാം പറയാറുണ്ട്. എൻ്റെ മനസ്സിൻ്റെ സുഖമില്ല എല്ലാം പറയാറുണ്ട്. അപ്പൊ നമുക്ക് അറിവില്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ എന്ന് പറയുന്നുണ്ട്, ഞാനല്ല, ഞാൻ കൈ, ഞാൻ കൺ, ഞാൻ ചെവി, ഞാൻ മൂക്ക്, ഞാൻ വായ, ഞാൻ മനസ്സ് എന്ന് പറയുന്നില്ല. എൻ്റെ മനസ്സ്, എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ മൂക്ക് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അറിയാം കുറെയൊക്കെ. കോമൺ സെൻസിൽ ഞാനല്ല എന്ന് പറയുന്നൊരു രീതി ആചാര്യരിവിടെ പറയുന്നുണ്ട്. അത് സാധാരണ ഇങ്ങനെ ഒരു പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും മൂഢന്മാരെന്നല്ല, കുറച്ചൊക്കെ അറിയാം എന്നാണ് ആചാര്യസ്വാമി നമ്മളെ കുറിച്ച് പറയുന്നത്. എൻ്റെ വീട് എന്ന് പറയും. വീടിനെ ഞാൻ എന്ന് പറയുമോ? നമ്മൾ പറയാറില്ല. എൻ്റെ വീടാണ്. എൻ്റെ പശു, ആ പശുവിനെ ഞാൻ എന്ന് പറയാറില്ലല്ലോ. ഇങ്ങനെ വേദാന്തത്തിൽ പറയുമ്പോ ഇത് എൻ്റെ കളിമൺ പാത്രം, ഈ കളിമൺ പാത്രം ഞാനാണ് എന്ന് പറയാറില്ല. ഈ മനുഷ്യർ ശരീരത്തെയും പലപ്പോഴും എൻ്റെ എന്ന് പറയുന്നുണ്ട്. വേദാന്തത്തിൽ കളിമൺ പാത്രത്തെ ഞാൻ എന്ന് പറയാറില്ല, കളിമണ്ണിന്റെ പാത്രം എന്നേ പറയാറുള്ളൂ. അതേപോലെ പലപ്പോഴും ഈ ശരീരത്തിന്റെ പല ഭാഗത്തെയും എൻ്റെ എന്ന് പറയാറുണ്ട്, ഞാൻ എന്ന് പറയാറില്ല. എൻ്റെ വിരൽ മുറിഞ്ഞു, എൻ്റെ മനസ്സിൽ വിഷമം, ഇങ്ങനെ പല സമയത്തും ശരീരത്തെ എൻ്റെ എന്ന് പറഞ്ഞിട്ടും ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്നു. രണ്ടും ഒരാൾ തന്നെ ചെയ്യുന്നത്. എൻ്റെ എന്ന് പറയുന്നുണ്ട്, ഞാൻ എന്ന് വിചാരിക്കുന്നുണ്ട്. രസകരമായിട്ടൊരു കാര്യമാണ്. എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ എന്നും പറയുന്നുണ്ട്. കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും മാക്കും രോമവും തലമുടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ എന്ന് പറയുന്നു. അതേസമയം ഒറ്റയ്ക്ക് എൻ്റെ എന്നും പറയുന്നു. എന്നാ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും വലിയ അജ്ഞാനം വേറെ ഉണ്ടോ? എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് എൻ്റെ വിരൽ, എൻ്റെ മൂക്ക്, എൻ്റെ കണ്ണ്, എൻ്റെ ചെവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ എന്നും പറയുന്നു. ഇത്രയും വലിയ മണ്ടത്തരം വേറെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്ത് പറയാൻ, കഷ്ടം തന്നെ ഈ അജ്ഞാനിയുടെ കാര്യം, നമ്മുടെ കാര്യം കഷ്ടം തന്നെ എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. മമ അയം ഇത്യഭിജ്ഞാത്വ, ഈ ദേഹം എൻ്റേത് എന്നറിഞ്ഞിട്ടും എനിക്ക് 60 വയസ്സ്. ശരിക്കും എന്തിനാ വയസ്സ്? ഈ ശരീരത്തിനാണ് 60 വയസ്സ്. എൻ്റെ ശരീരം 80 കിലോ പറയുന്നുണ്ട്. എൻ്റെ ശരീരം, എൻ്റെ വെയിറ്റ്, എൻ്റെ ശരീരം 80 കിലോ. എനിക്ക് 80 കിലോ. എനിക്ക് പൊക്കം കുറവ്. ശരിക്കും എന്തിനാ പൊക്കം കുറവ്? ശരീരത്തിനാ പൊക്കം കുറവ്. എനിക്ക് പൊക്കം കൂടുതൽ. എന്തിനാ പൊക്കം കൂടുതൽ? ശരീരത്തിനാ പൊക്കം കൂടുതൽ. എനിക്ക് നല്ല തടിയുണ്ട്. എന്തിനാ തടി? എൻ്റെ ശരീരത്തിന്. ഞാൻ മെലിഞ്ഞതാണ്. എന്താണ് മെലിഞ്ഞത്? ശരീരമാണ് മെലിഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഈ ശരീരം ഞാൻ തന്നെ വിചാരിച്ചിരിക്കുന്നു. അല്ല എന്ന് പലപ്പോഴും മനസ്സിലാക്കി നമ്മൾ തന്നെ പറയുന്നുണ്ട് എൻ്റേതെന്ന്. പക്ഷെ പിന്നെ ഞാൻ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. സർവദാ ഘട ദൃഷ്ട ഇവ, ഘടം പാത്രം എന്നിൽ നിന്ന് വേറിട്ടത് എന്നറിയുന്ന പോലെ എപ്പോഴും മറ്റു വസ്തുക്കളെ, പുറത്തുള്ള വസ്തുക്കളെ, ഘടം എന്നൊക്കെ പറയുന്നത് ഈ വേദാന്തത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഘടം എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോ അങ്ങനെ മറ്റു വസ്തുക്കളെ ഏറെ അറിയുന്നത് പോലെ ഈ ശരീരത്തെയും
പലപ്പോഴും എൻ്റേത് എന്ന് നമ്മൾ പറയുന്നുണ്ട്, എന്നിട്ടും ശരീരമാണ് ഞാൻ എന്നും പറയുന്നു. മറ്റു വസ്തുക്കളെ, എൻ്റെ മുമ്പിലുള്ള അതാ എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ സ്കൂട്ടർ, എൻ്റെ പാത്രം, എൻ്റെ മേശ, എൻ്റെ കസേര, എൻ്റെ പേന, ഇതുപോലെ അതിനെല്ലാം എൻ്റെ അത് ഞാനല്ല, തിരിച്ച് ഞാനല്ല, ഞാനെന്ന് പറയാറേയില്ല. അതിനെല്ലാം എൻ്റേത് എന്ന് പറഞ്ഞിട്ട് അതുപോലെ എൻ്റെ ശരീരത്തെയും പറയുന്നുണ്ട്, എൻ്റെ കൈ, എൻ്റെ കാല് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും നേരെ തിരിഞ്ഞു പോകും, ഞാൻ എന്നായി. നമ്മൾ തന്നെ പറയുന്നുണ്ട് ശരീരത്തിന് എൻ്റേത് എന്ന്, ഞാനല്ല എന്ന് നമുക്ക് തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷെ പിന്നെയും പറയും ഞാൻ എന്ന്. അപ്പോ പലപ്പോഴും എൻ്റേത് എന്ന് ശരീരത്തെ പറഞ്ഞിട്ടും ശരീരമാണ് ഞാൻ എന്ന് പറയുന്നു. 17ാമത്തെ ശ്ലോകം മുതൽ 23ാമത്തെ ശ്ലോകം വരെ ഞാൻ ശരീരമെന്ന് വിചാരിക്കുന്നതാണ് വലിയ അജ്ഞാനം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നു, അല്ലേ? നേരത്തെയുള്ള ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞല്ലോ. എല്ലാ ശ്ലോകങ്ങളുടെ അവസാനം പറഞ്ഞു, എന്താ പറഞ്ഞേ? കിമജ്ഞാനമതപരം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. കിമജ്ഞാനമതപരം, കിമജ്ഞാനമതപരം. ലോകത്തിലെ മറ്റുള്ള പലതും നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലല്ല, അതൊരു കുറച്ചിലല്ല. മറ്റുള്ളതിനെയൊന്നും നമ്മൾ അറിയില്ല, എനിക്ക് ആ കാര്യം അറിയില്ല, ഈ കാര്യം അറിയില്ല, അതൊരു കുറച്ചിലൊന്നുമല്ല. പക്ഷേ അവനവനെ അറിയില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ അജ്ഞാനം തന്നെയാണ്. ഇനി വേറൊരു ആംഗിളിൽ ആത്മ അനാത്മ വിവേകത്തെ ആചാര്യസ്വാമികൾ പറഞ്ഞു തരാൻ പോകുന്നു. അടുത്ത ശ്ലോകം: ബ്രഹ്മൈവാഹം സമശാന്തഃ സച്ചിദാനന്ദലക്ഷണഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യത്തെ ബുധൈഃ. വേറൊരു ആംഗിളില് ആത്മാനാത്മ വിവേകത്തെ ഇനി പറഞ്ഞു തുടങ്ങുകയാണ്. ബ്രഹ്മൈവാഹം സമശാന്തഃ സച്ചിദാനന്ദലക്ഷണഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യത്തെ ബുധൈഃ. ഇത് 24ാമത്തെ ശ്ലോകം. ഇനി 28ാമത്തെ ശ്ലോകം വരെ ജ്ഞാനസ്വരൂപം, ആത്മജ്ഞാനസ്വരൂപം, അതാണ് പറയാൻ പോകുന്നത്. ഏതാണ് ആത്മജ്ഞാനം എന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. ഏതാണ് ആത്മജ്ഞാനം, ജ്ഞാനസ്വരൂപം എന്ത്, ആത്മജ്ഞാനസ്വരൂപം അല്ലെങ്കിൽ ജ്ഞാനിയുടെ മനസ്സിലെ ആത്മജ്ഞാനം. നമ്മുടെ അല്ല, ജ്ഞാനിയുടെ മനസ്സിലെ ആത്മജ്ഞാനം. നമ്മൾ ജ്ഞാനി ആയാലേ നമ്മുടെ മനസ്സിലെ ജ്ഞാനം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ അജ്ഞാനിയായിട്ടാണ് ഇരിക്കുന്നത്, കാരണം ശരീരം ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നു. അതോർത്തോളം കാലം നമ്മൾ അജ്ഞാനിയാണ്. അപ്പൊ ജ്ഞാനിയുടെ മനസ്സിലെ ആത്മജ്ഞാനം നമുക്കതറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്, അതിനാണല്ലോ അപരോക്ഷാനുഭൂതിയിലേക്ക് വന്നിരിക്കുന്നത്. ജ്ഞാനിയുടെ മനസ്സിലെ ആത്മജ്ഞാനം എനിക്കും ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മളിപ്പോ വേദാന്തത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക്. അർജുനൻ സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയും നടപ്പും എല്ലാം ചോദിച്ചു കൃഷ്ണനോട്. സ്ഥിതപ്രജ്ഞൻ എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കും, എങ്ങനെ ഇരിക്കും, എങ്ങനെ കുളിക്കും, എങ്ങോട്ട് പോകും, എങ്ങനെ ഉറങ്ങും, എങ്ങനെ ഭക്ഷണം കഴിക്കും, ഇതെല്ലാമാണല്ലോ. സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്താണെന്ന് പറഞ്ഞു തരാൻ ഭഗവാനോട് ചോദിച്ചല്ലോ. ആചാര്യസ്വാമികള് ജ്ഞാനികൾ ഇതിനെ ആത്മജ്ഞാനം എന്ന് പറയുന്നു എന്നാ പറയുന്നത്. ഈ സ്ഥിതപ്രജ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളെ ആചാര്യസ്വാമികള് ജ്ഞാനികൾ ഇതിനെ ആത്മജ്ഞാനം എന്ന് പറയുന്നു. ഏതിനെ? ഈ അജ്ഞാനമല്ലാത്ത അവസ്ഥയെ ജ്ഞാനികൾ ആത്മജ്ഞാനം എന്ന് പറയുന്നു. ഈ വിധത്തിലുള്ള അറിവ് മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ ആത്മജ്ഞാനം എന്ന് പറയുന്നു. ഏത് വിധത്തിലുള്ളതെന്ന് ഇപ്പൊ നമ്മൾ നോക്കും. ഈ വിധമുള്ള അറിവ് മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ ആത്മജ്ഞാനം എന്ന് പറയും എന്നാണ് പറയുന്നത്. ജ്ഞാനിയുടെ മനസ്സിലെ ജ്ഞാനം, ആ ജ്ഞാനത്തിന് ഏതാണ് വിഷയം? ജ്ഞേയം എന്താണ്? ജ്ഞേയം അറിയപ്പെടേണ്ടത്, ജ്ഞേയം അറിയേണ്ടത്, അറിയപ്പെടേണ്ടത് ഏതാണ്?
ജ്ഞാനിയുടെ മനസ്സിലെ ജ്ഞാനമാണ് പറയുന്നത്. അതെന്താണ് ആ വിഷയം? നമ്മൾ ആരോടെങ്കിലും ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതിനെ കുറിച്ച് ജ്ഞാനമുണ്ട് എന്ന് ചോദിക്കും. ഈ വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വാക്ക് മാറ്റി ഉപയോഗിച്ച് അവിടെ ശരിയാവത്തില്ല. നമുക്ക് ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് സാമാന്യ നിലയ്ക്ക് തിരിച്ച് ചോദിക്കാം. ഒരറിവുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള അറിവ് എന്ന് ചോദിക്കും. ഇവിടെ ജ്ഞേയം ബ്രഹ്മസ്വരൂപമാണ്. ഇവിടെ ജ്ഞേയം, അതായത് അറിയപ്പെടേണ്ടത് ബ്രഹ്മസ്വരൂപമാണ്. വേറൊന്നുമല്ല. ഇവിടെ അറിയപ്പെടേണ്ടത് ബ്രഹ്മസ്വരൂപം. വളരെ കട്ടിയായിട്ടുള്ളൊരു ഭാഗമാണ്. ബ്രഹ്മസ്വരൂപത്തെയാണ് അറിയേണ്ടത്. നേരത്തെ ശരീരത്തിന്റെ കാര്യം പറഞ്ഞു. ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നു, ഇതിൽ പരം മൂടത്തരം വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു അറിയേണ്ടത് ജ്ഞാനിയുടെ മനസ്സിലെ ആ അറിവ്, അതിനെ നമുക്ക് കിട്ടണം, അത് അറിയണം. അതെന്താണെന്ന് നമുക്കറിയണം. സിദ്ധപ്രജ്ഞന്റെ കാര്യം ഭഗവാനോട് ചോദിച്ചു. അപ്പൊ ജ്ഞേയം, അറിയേണ്ടത് എന്താണ്? ബ്രഹ്മസ്വരൂപമാണ്. അപ്പൊ രണ്ട് കാര്യം ഇവിടെ നോക്കേണ്ടി വരും. രണ്ട് കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടി വരും. ഒന്ന്, ജ്ഞാനിയുടെ ജ്ഞാനം, ജ്ഞാനിയുടെ ആ അറിവ്. പിന്നെയോ ജ്ഞാന വിഷയം. ജ്ഞാനിയുടെ അറിവും ജ്ഞാന വിഷയവും രണ്ട് രീതിയിൽ നോക്കണം. അപ്പോൾ അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നടക്കാൻ പോകുന്നത്. എന്താണ് ജ്ഞാനിയുടെ ജ്ഞാനം, ജ്ഞാനിയുടെ വിഷയം, ജ്ഞാന വിഷയം. ബ്രഹ്മലക്ഷണം അല്ലെങ്കിൽ ആത്മലക്ഷണത്തെ പറയാൻ പോകും. ബ്രഹ്മലക്ഷണം അല്ലെങ്കിൽ ആത്മലക്ഷണത്തെ പറയാൻ പോകും. ജ്ഞാനിയുടെ ജ്ഞാനവും വരുന്നു. ജ്ഞാനിയുടെ ജ്ഞാനവും വരുന്നുണ്ട്. ഈ ജ്ഞാനത്തെ ഇവിടെ ആചാര്യസ്വാമികൾ പ്രസന്റ് ചെയ്യുന്നത് ആത്മ അനാത്മ ജ്ഞാനമായി പിരിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ജ്ഞാനിയുടെ ജ്ഞാനത്തെ ആചാര്യസ്വാമി പ്രസന്റ് ചെയ്യുന്നത് ആത്മ അനാത്മ ജ്ഞാനമായി പിരിച്ച്. ആത്മാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അനാത്മാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ രണ്ട് കാര്യമാണ് വരുന്നത്. ആത്മാവിനെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, അനാത്മാവിനെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. ആത്മസത്യം എന്നറിയുമ്പോൾ അനാത്മാ മിഥ്യ എന്നും അറിയണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ മിഥ്യ എന്നൊന്നും കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. മുന്നോട്ട് പോകുമ്പോൾ ആചാര്യസ്വാമികൾ വളരെ വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം പറഞ്ഞു തരും. പക്ഷെ ഈ ഭാഗങ്ങൾ നന്നായിട്ട് ശ്രദ്ധയോടെ നമ്മൾ അതിൽ ഇരുന്നാലുമേ മാത്രമേ ആ സമയത്ത് അത് മനസ്സിലാവൂ. ആത്മസത്യം എന്നറിയുമ്പോൾ അനാത്മാ മിഥ്യ എന്നറിയണം. ആത്മാസത്യം അനാത്മാസത്യം എന്ന് വരുമോ? വരില്ല. ആത്മാസത്യം എന്നറിയുമ്പോൾ അനാത്മ എന്താവും? മിഥ്യയാകും. കയറ് എന്ന് മനസ്സിലായിട്ടും പാമ്പാണ് എന്ന് പറയുമോ? ഇല്ല. കയറാണ് എന്ന് അവിടെ കിടക്കുന്നത് കയറാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ പാമ്പല്ല. അപ്പൊ പാമ്പ് മിഥ്യയായിരുന്നു. പാമ്പാണെന്ന് തോന്നിയതാണ്, അത് മിഥ്യയായിരുന്നു. അതുപോലെയാണ് ആത്മാസത്യം എന്നറിയുമ്പോൾ പിന്നെ അനാത്മാ മിഥ്യ എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇനി വഴിയെ പറഞ്ഞു തരും. ഈ ശ്ലോകത്തില് രണ്ട് ജ്ഞാനം, എന്താണ്? ആത്മജ്ഞാനം, അനാത്മജ്ഞാനം. രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആത്മജ്ഞാനവും അനാത്മജ്ഞാനവും. ആത്മസത്യം എന്നും അനാത്മ മിഥ്യ എന്നും ജ്ഞാനി അറിയുന്നു. നമ്മളല്ല, ജ്ഞാനി അറിയുന്നു. എന്ത്? ആത്മസത്യം അനാത്മ മിഥ്യ എന്ന്. ഈ ശ്ലോകം നിധിധ്യാസനത്തിന് വിശേഷപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഈ ശ്ലോകം നിധിധ്യാസനത്തിന് വിശേഷപ്പെട്ടതാണ്. നമ്മുടെ ഈ അപരോക്ഷാനുഭൂതിയുടെ കുറച്ചങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിധിധ്യാസനമാണ് ഇതിന്റെ മെയിൻ വിഷയം. നേരത്തെ നമ്മൾ പറഞ്ഞു, നിധിധ്യാസനമാണ് ഇവിടെ വിചാരം ചെയ്യൽ. അതിലേക്കാണ് പോകുന്നത്. വിചാരം ചെയ്താൽ മാത്രമേ ആത്മാനുഭൂതി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിചാരം ചെയ്യലാണ് മെയിനായിട്ട് അപരോക്ഷാനുഭൂതിയിൽ വരാൻ പോകുന്നത്. അത് നിധിധ്യാസനമാണ്. അപ്പൊ ഈ ശ്ലോകം അതിന് വളരെ വിശേഷമാണ്. ഇവിടെ ഞാൻ ഈ സ്വരൂപമായിരിക്കുന്നു, ഞാൻ ഈ സ്വരൂപമായിരിക്കുന്നു, ഞാൻ
ബ്രഹ്മം. അതിന് പലവിധ ലക്ഷണം പറയുന്നു. ഞാൻ ബ്രഹ്മമാണ്, പലവിധ ലക്ഷണവും പറയുന്നു. പിന്നീട് എവിടെയാണ് കുഴപ്പം പറ്റിയത്? കുഴപ്പം പറ്റിയത് എവിടെയാ? കുഴപ്പം പറ്റിയത് ശരീരം. ആ ശരീരത്തെ നോക്കിയിട്ട് ശരീരം ഞാൻ എന്ന് പറയുമ്പോഴാണ് കുഴപ്പം പറ്റുന്നത്. ശരീരം ഞാൻ എന്ന് പറയുമ്പോഴാണ് കുഴപ്പം. അങ്ങനെ പറയാതെ ഞാൻ ആത്മാ എന്ന് മാത്രം ഇരിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ശരീരത്തെയും ഞാൻ എന്ന് പറയുമ്പോൾ ആത്മാവിനോട് കൂട്ടിച്ചേർത്ത ശരീരവും ഞാൻ എന്ന് പറയുമ്പോൾ കുഴപ്പമായി. അപ്പോ ഈ ശരീരം ഞാൻ അല്ല. ഞാൻ എന്ന പദത്തിന്റെ അർത്ഥമല്ല ശരീരം. ഞാൻ എന്ന പദത്തിന്റെ അർത്ഥമല്ല ശരീരം. അത് ബയോഡാറ്റ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. ശരിക്കും വേദാന്തത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ പറ്റില്ല. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴോ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ബയോഡാറ്റ ചോദിച്ചാൽ റേഷൻ കാർഡിന് വേണ്ടിയിട്ടോ മറ്റോ ബയോഡാറ്റ ചോദിക്കുമ്പോൾ മാത്രമേ എന്തെഴുതാൻ പറ്റുള്ളൂ? ഞാൻ ഈ ശരീരമാണ്, ശരീരത്തിന്റെ വിശേഷണങ്ങളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. വേദാന്തത്തിൽ അത് പറയാൻ പറ്റില്ല. ഗുരുവിന്റെ അടുത്ത് പോയിട്ട് അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ വേദാന്തം പഠിക്കാനുള്ള അർഹത ആയിട്ടില്ലെന്ന് പറയും. അപ്പൊ ഇത് ഞാൻ ഈ ശരീരമല്ല എന്നറിയാം, പക്ഷെ എന്താണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അഹം ബ്രഹ്മ എന്നൊക്കെ പറയുന്നത് ആ ഒരു അനുഭൂതിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഗുരുവേ, എനിക്ക് ആ അനുഭൂതി തരണേ. അപ്പോഴാണ് അപരോക്ഷ അനുഭൂതി എടുത്ത് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ശരീരം ഞാനല്ല, ഞാൻ ബ്രഹ്മമാണ്. അതിന് കാരണം ലക്ഷണങ്ങൾ പറയുന്നു. ആ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാ എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ 3-4 ചോദ്യങ്ങളുടെ കാര്യം പറഞ്ഞു. അഹം കഹ, അഹം ന കഹ. ഞാൻ ആരാണ്? ഞാൻ ആരല്ല. ഞാൻ ആര്? ഞാൻ ആരല്ല. ഞാൻ എന്തുകൊണ്ട് ബ്രഹ്മം? ഞാൻ എന്തുകൊണ്ട് ശരീരമല്ല? ഇതാണല്ലോ നമുക്ക് മനസ്സിലാക്കണ്ടേ. ഞാൻ എന്തുകൊണ്ടാണ് ബ്രഹ്മം? ഞാൻ എന്തുകൊണ്ട് ശരീരമല്ല? ഈ അറിവാണ് ജ്ഞാനം എന്ന് ജ്ഞാനികൾ പറയുന്നു. ഈ അറിവ് എന്ത്? ഞാൻ എന്തുകൊണ്ട് ബ്രഹ്മമായിരിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഈ ശരീരമല്ല എന്നുള്ള അറിവ് ആണ് ജ്ഞാനം. ഇനി 28-ാമത്തെ ശ്ലോകം വരെ ഈ കാര്യങ്ങളാണ് വിശദീകരിക്കുക. ഇപ്പൊ നമ്മൾ 24-ൽ നിൽക്കുന്നു. 28 വരെ ഈ കാര്യങ്ങളാണ് പറയുക. അപ്പൊ ഈ ശ്ലോകം തന്നെ തുടരുന്നു. ഞാൻ എന്നത് ഈ ശരീരവും ചേർത്ത് ഉള്ള കാര്യമല്ല എന്നുറയ്ക്കണം. ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അറിവ് സ്വരൂപം എന്ന് നേരത്തെ ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നു. പ്രകാശസ്വരൂപം എന്നോ ശുദ്ധം എന്നൊക്കെ പറഞ്ഞു അതിനെ ഒരു പ്രത്യേക രീതിയിൽ വർണ്ണിച്ചു തന്നു. ലൈറ്റ് എന്നുള്ള പ്രകാശമല്ല, ഒരു ചൈതന്യമാണ്. ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ സാധാരണ ലൈറ്റിന്റെ പോലെയല്ല, സൂര്യപ്രകാശത്തിന്റെ പോലെയല്ല, മിന്നൽ പോലെയല്ല എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നു. അപ്പോ ഒരു അറിവ് സ്വരൂപം, അതാണ് ആത്മാ. അതെന്തിനെ നിലനിർത്തുന്നു? ഈ ശരീരത്തെയും ഈ പ്രപഞ്ചത്തെയും എല്ലാത്തിനെയും നിലനിർത്തുന്നത് അതാണ്. അത് സത് ആണ്. അത് ഉണ്ട് എന്നുള്ളൊരു ബോധത്തെ നമുക്ക് തരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദം ആണ് ഞാൻ എന്ന പദം. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ 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 എന്ന വാക്കാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇപ്പോഴും നമുക്കറിയില്ല. വാക്കാല മാത്രം നമുക്ക് ജസ്റ്റ് പറയും. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയുമോ? ഇല്ല. മാത്രമല്ല തെറ്റായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുന്നതാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. തെറ്റായിട്ടുള്ള അറിവിനെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതാണ് എൻ്റെ തമാശത. ശരിയായിട്ടുള്ള അറിവ് കുറേശ്ശായിട്ടുള്ളിൽ വരുന്നുണ്ടെങ്കിലും ഉപയോഗത്തിൽ മുഴുവൻ തെറ്റായ അറിവിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ വേറെ ഇതുപോലൊരു മണ്ടത്തരം വേറെ ഉണ്ടോ? വേറെ ഏതെങ്കിലും നമ്മുടെ ലൗകിക കാര്യങ്ങളിൽ തെറ്റായ അറിവിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ നമ്മൾ? പോവില്ല, പോകാൻ പറ്റത്തില്ല. പരാജയമായിരിക്കും ലക്ഷണം, മൊത്തം പരാജയമായിരിക്കും. അപ്പൊ ശരിയായ അറിവിനെ ഉപയോഗിച്ചാണ് ലൗകിക കാര്യങ്ങളിൽ അയാൾ വിജയിക്കും. ശരിയായ അറിവിനെ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യുന്നുവോ അയാൾ വിജയിക്കും. തെറ്റായ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നവർ വിജയിക്കില്ല. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. തെറ്റായ ഞാൻ ഈ ശരീരം എന്ന അറിവ് കൊണ്ട് പോകുന്നത് കൊണ്ട് അന്തിമ ലക്ഷ്യമായ മോക്ഷം ലഭിക്കുന്നില്ല. വീണ്ടും വീണ്ടും ശരീരമെടുത്ത് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു.
അപ്പൊ അത് പരാജയമാണോ വിജയമാണോ എന്ന് ചോദിച്ചാൽ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജയം തന്നെ. ഇനിയും വരണം, ഇനിയും ആസ്വദിക്കണം, ഇനിയും സുഖിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് അത് വിജയമാണ്. പക്ഷേ നമ്മളെപ്പോലെ സംസാര സാഗരത്തിൽ നിന്ന് മോചനം വേണം, എവിടെ നിന്നാണോ വന്നേ അവിടെ ചേരണം, ഈശ്വര പദത്തിലേക്ക് എത്തണം, ആ ചൈതന്യ സ്വരൂപമായി മാറണം, ഇനി ഈ ശരീരവും ഈ ദുഃഖവും ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് ആ അറിവ് വെച്ചുകൊണ്ടുള്ള, ഈ ശരീരം ഞാനാണ് എന്നുള്ള തെറ്റായ അറിവ് വെച്ചുകൊണ്ട് സർവകാര്യങ്ങളും ചെയ്യുന്നത് പരാജയത്തിലേക്ക് നയിക്കുന്നു. നമ്മളെല്ലാ കാര്യം അങ്ങനെയല്ലേ ചെയ്യുന്നേ? എത്രയോ ജന്മങ്ങളായിട്ട് അത് ഒട്ടിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റായ അറിവ് വെച്ചുകൊണ്ടാണ്. അത് തന്നെ അജ്ഞാനം. എന്താണ് അജ്ഞാനം? ഈ തെറ്റായ അറിവ് വെച്ചുകൊണ്ടുള്ള ജീവിതം അജ്ഞാനം. വേറെ ഒരു പുതിയ അജ്ഞാനമൊന്നുമില്ല. അതെന്താ സാറേ അജ്ഞാനം വേറെ ഒന്ന് പറഞ്ഞുതരാം? എന്താണ് അജ്ഞാനം? അജ്ഞാനം ഇത് തന്നെ, വേറെ ഒന്നും പറഞ്ഞു തരാനില്ല. ശരീരമാണെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, തെറ്റായ അറിവിൽ കൂടി പൂർണ്ണമായിട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അജ്ഞാനം. വേറെ പുതിയ അജ്ഞാനമൊന്നുമില്ല. ഞാൻ ആര് എന്ന് സ്വയം അറിയാത്തത് അജ്ഞാനം. അത് തന്നെയാണ് രമണ മഹർഷി എല്ലാവരോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആ അജ്ഞാനം മാറിയാൽ എല്ലാം മാറും. അപ്പൊ ഞാൻ ആര് എന്നറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഇനി ജ്ഞാനിയുടെ മനസ്സിലുള്ള ജ്ഞാനത്തെ പറയുന്നു. അഹം എന്ന പദത്തിൽ ജ്ഞാനിക്കുള്ള അറിവിനെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അഹം എന്ന പദത്തിൽ ഒരു ജ്ഞാനിയായ ഒരാള് അദ്ദേഹത്തിന്റെ അറിവെന്താണ്? ജ്ഞാനി ഞാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്? വിദ്യാരണ്യർ എന്നൊരു ഗുരു, നിങ്ങളൊക്കെ കേട്ട് കാണും. വിദ്യാരണ്യർ ഭഗവത്ഗീതയുടെയൊക്കെ ഭാഷ്യം വളരെ സൂപ്പറായിട്ട് ഉണ്ട്, വളരെ ഗംഭീരമാണ്, വായിക്കേണ്ടതാണ്. വിദ്യാരണ്യർ എന്ന ഗുരു വേറെ ഒരു സ്ഥലത്ത്, അദ്ദേഹം വേറൊരു ഗ്രന്ഥത്തില് ഞാൻ എന്ന ഒരു വാക്കിന് വേറെ ഒരു അർത്ഥം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അജ്ഞാനി ശരീരത്തെ ഞാൻ എന്ന് പറയുന്നു. ജ്ഞാനി രണ്ട് വിധം അർത്ഥമെടുക്കുന്നു. ജ്ഞാനി രണ്ട് വിധം അർത്ഥമെടുക്കുന്നു. അഹമഹം അധ ത്രയം എന്ന് മൂന്ന് വിധം എന്ന് പറയുന്നു. അഹമഹം അധ ത്രയം, അഹമഹം അർത്ഥത്രയം, അഹമഹം അർത്ഥത്രയം എന്ന് മൂന്ന് വിധം പറയുന്നത്രേ. ഒന്ന് അജ്ഞാനി പ്ലസ് രണ്ട് ജ്ഞാനി. അജ്ഞാനി എന്നുള്ളതൊന്ന്, പിന്നെ ജ്ഞാനി എന്നുള്ളതിന് രണ്ട് അർത്ഥം. അപ്പൊ മൂന്ന് അർത്ഥം അഹം എന്നുള്ളതിന്. അഹമഹം അർത്ഥ ത്രയം. അവസാന അവനവനെ സ്വയം നോക്കുമ്പോൾ, അവസാനമല്ല സോറി, അവനവനെ സ്വയം നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥം ആത്മസ്വരൂപം. ആ ജ്ഞാനിയുടെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ കാര്യമല്ല. അവനവനെ സ്വയം നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥം ആത്മസ്വരൂപം ഓർ ബ്രഹ്മസ്വരൂപം. സ്വയം ബ്രഹ്മൻ എന്ന് വിചാരിച്ച് സ്വയം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പുറത്തു പറയാൻ പറ്റുമോ? പറ്റില്ല, പുറത്തു പറയില്ല. ജ്ഞാനി ഇത് പുറത്തു പറയില്ല. ജ്ഞാനിക്കറിയാം, ജ്ഞാനി അവനവനെ കാണുന്നത് ബ്രഹ്മമായിട്ടാണ്. സ്വയം അവനവനെ അറിയുന്നു. അതാണ് വലിയൊരവസ്ഥ. അവനവനെ അറിയുന്നത് ബ്രഹ്മമായിട്ട്, പരബ്രഹ്മമായിട്ട്. രണ്ടാമതായിട്ട് ഈ ജ്ഞാനി വ്യവഹാരത്തിന് വരുന്നുണ്ട്. നമ്മുടെ ഇടയിൽ കൂടെ നടക്കും, സഞ്ചരിക്കും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വിളിച്ചാൽ വരും, നമ്മൾ മാലയിട്ട് സ്വീകരിക്കും, അവിടെ പ്രഭാഷണം നടത്തും, പല കാര്യങ്ങളും ഈ ജ്ഞാനി ചെയ്യും. അപ്പോ ആ ഒരാൾ ചോദിക്കുകയാണ്, അവിടെ വന്നു പ്രഭാഷണത്തിന് വന്നു, പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എവിടുന്നാ വന്നേന്ന് ചോദിക്കുക. ആരോ ഒരാൾ ചോദിച്ചു, താങ്കൾ എവിടുന്നാ വന്നേ? ഉടനെ അദ്ദേഹം പറയോ, ഞാൻ ആത്മസ്വരൂപം, ഞാൻ വന്നത് ഈശ്വരനിൽ നിന്ന് തിരിച്ച് ഈശ്വരനിലേക്ക് പോകുന്നു, അയമാത്മാ ബ്രഹ്മ എന്ന് പറയോ? പറയില്ല. അദ്ദേഹം പറയാൻ ഏത് സ്ഥലത്തുനിന്നാ വന്നെച്ചാൽ ആ സ്ഥലം പറയും. ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാ വന്നേ, എന്നാ തൃശ്ശൂർ എന്ന് പറയും. അപ്പോ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ വന്നിട്ടുമില്ല പോയിട്ടുമില്ല, ഞാൻ എന്നുമുള്ളതാണ്, ഇങ്ങനെയൊക്കെയാണോ മറുപടി പറയാ അവര്? ജ്ഞാനിയാണ്. അദ്ദേഹത്തിന് സ്വയം ഞാൻ ബ്രഹ്മം എന്നറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഒരു പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു എവിടുന്നാ വന്നേന്ന് ചോദിച്ചു.
ഉടനെ ഞാൻ വന്നിട്ടുമില്ല, പോയിട്ടുമില്ല, ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, സർവസ്ഥലത്ത് ഞാനുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താവും? അദ്ദേഹത്തെ ഏറ്റവും പെട്ടെന്ന് ഒരു വണ്ടിയെ കയറ്റി അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, അല്ലേ? അപ്പോ അദ്ദേഹത്തിന് അതറിയാം. അപ്പൊ അദ്ദേഹം എന്ത് പറയും? വ്യവഹാരത്തിന് എന്ത് പറയും? ഇന്ന സ്ഥലത്ത് നിന്നാ വന്നതെന്ന് പറയും. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്, ഇനി ഇതേ പോകുന്ന ഇന്ന സ്ഥലത്ത് ആലുവയിലോട്ടാ പോകുന്നത്, പിന്നെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഉള്ള ചായ ആണെങ്കിലും കുടിക്കാം, ഇതൊക്കെ പറയും. ആത്മാവാണ്, ആത്മാവിന് വിശപ്പില്ല, ആത്മാവിനൊന്നുമില്ല. ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ടല്ലോ, വരുന്നുമില്ല, പോകുന്നുമില്ല, വെട്ടിയാൽ ഏക്കുന്നുമില്ല, മുറിയുന്നില്ല, ഉണക്കാൻ പറ്റില്ല, ഒക്കെ പറയുന്നുണ്ടല്ലോ അവിടെ. അങ്ങനെയൊക്കെ മറുപടി പറയോ? പറയില്ല. അപ്പൊ നമ്മൾ ഈ വ്യവഹാരം കണ്ടുകൊണ്ട് ഒരാൾ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് നിശ്ചയിക്കാൻ പാടില്ല. അയാളുടെ ഉള്ളിലാണ് ജ്ഞാനം. ജ്ഞാനം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ എന്തെങ്കിലും ഒരു ഉപനെടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇത് പുറത്ത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്ന് കാണിച്ചുകൊണ്ട് നടക്കും. എന്താ വെച്ചാൽ ഞാൻ തിരിച്ചൊക്കെ പഠിച്ചു തുടങ്ങി, ഞാൻ ആത്മാവാണെന്ന് വായിച്ചു, മനസ്സിലാക്കി, നമ്മളത് പ്രകടിപ്പിക്കാൻ തുടങ്ങും പലതും. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റുന്നത്. പ്രകടിപ്പിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്. അപ്പൊ ശരീരബോധം ഉള്ളത് കൊണ്ടാണ് ഈ പ്രകടിപ്പിക്കുന്നത്. ഈ ശരീരത്തെ അല്ലേ പ്രകടിപ്പിക്കുന്നത്. ഞാൻ എന്ന് പ്രകടിപ്പിക്കുമ്പോൾ എൻ്റെ അറിവിനെ 10 പേരോട് വിളമ്പുമ്പോൾ, ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒരാൾക്ക് ഇപ്പൊ പ്രഭാഷണങ്ങൾ നടത്തും, അവിടെ എന്താണ് ഈ ജ്ഞാനി ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്ന പ്രക്രിയ. അല്ലാതെ ആ ജ്ഞാനിയായിട്ടുള്ള ആള് അയാളുടെ അറിവിനെ വിളമ്പി ഈ ശരീരത്തെ പ്രകീർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ നമ്മൾക്കും അങ്ങനെ അവസരങ്ങൾ വരാം. ആരെങ്കിലും നമ്മളോട് ചോദിക്കാം, 2 വാക്ക് സംസാരിക്കാമോ എന്ന് ചോദിക്കും. നമ്മുടെ മുമ്പിൽ പലരും ഉണ്ടാവും, പല സംശയങ്ങളും ചോദിക്കും. ഇതിന് നമുക്കും മറുപടി പറയാം. ആ മറുപടി പറയും തോറും ഓർക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ ശരീരത്തെ അവർ പ്രകീർത്തിക്കാനോ, അവർ ഈ ശരീരത്തെ നമസ്കരിക്കാനോ, അവർ ഈ ശരീരത്തെ ആരാധിക്കാനോ, ഇതിനെ വളരെ ഗംഭീരമായിട്ട് പറയാനോ, മറ്റുള്ളവരുടെ ഈ ശരീരത്തിനെ കുറിച്ചുള്ള വർണ്ണനകൾ പറയാനോ ആയിരിക്കരുത് നമ്മുടെ അവരോട് പറയുന്ന ആ കാര്യങ്ങൾ. അങ്ങനെ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അതിൽ കൈകാര്യം ചെയ്യണം. നമ്മളുടെ അറിവ് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ആ സമയം നമ്മുടെ ഈഗോ കൂടാനോ, എൻ്റെ ഈഗോ ശരീരവുമായിട്ടാണ് ബന്ധിക്കുന്നത്. നമ്മൾ ഈ ശരീരത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ ശരീരത്തിനെ പുകഴ്ത്തുന്ന രീതിയിലോ ഗംഭീരായി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിലേക്കൊന്നും പോകാതെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ വളരെ ശ്രദ്ധയോടെ. അപ്പോ ജ്ഞാനി വ്യവഹാരത്തിൽ വരുന്നു, അതുപോലെ നമ്മളും ശീലിക്കണം. നമ്മൾ വ്യവഹാരം എന്നുള്ളത് തിരിച്ചറിയണം. ഒറിജിനൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം. ഇത് വീട്ടിൽ നിന്ന് തുടങ്ങണം. വീട്ടില്, നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ തുടങ്ങണം. ഉള്ളിൻ്റെ ഉള്ളില് ഓരോ സമയത്തും ഞാൻ ശരീരമല്ല എന്ന് ഉണ്ടാകണം. വ്യവഹാരത്തിൽ വരുമ്പോൾ ഇത് വ്യവഹാരമാണ് എന്ന പൂർണ്ണ ബോധത്തോടുകൂടി വ്യവഹാരത്തിൽ ഏർപ്പെടണം. വ്യവഹാരം മോശമാക്കാനല്ല പറയുന്നത്. ഏറ്റവും ബുദ്ധിയോടെ, വൃത്തിയോടെ, ശ്രദ്ധയോടെ, വിജയത്തിന് വേണ്ടി തന്നെ വേണം വ്യവഹാരം. പക്ഷേ വ്യവഹാരമെന്ന് തിരിച്ചറിയണം. കുട്ടികളെ ഒരു കാര്യം ചോദിച്ചു, അവരോട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ലൗകികമായിട്ട് അവർക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് പെരുമാറാൻ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം പരബ്രഹ്മമാണ്, എല്ലാം നേരെയായിക്കോളുന്നല്ലല്ലോ പറയുക. എല്ലാം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കും, അങ്ങനെയല്ല പറയണ്ടേ. ആ കുട്ടികളോട് വേണ്ട കാര്യങ്ങൾ ഈ ലൗകിക ജീവിതത്തിൽ അവർ നല്ലവരായി ജീവിക്കാനും ധർമ്മിഷ്ഠരായി ജീവിക്കാനും അവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനുമുള്ള വഴികളെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. അതേസമയം ഉള്ളില് എന്തുണ്ടായിരിക്കണം? ആ കുഞ്ഞിൻ്റെ ഉള്ളിലും ആത്മാ തന്നെയാണ്. അത് തിരിച്ചറിയാൻ ആ കുഞ്ഞിന് സാധിക്കട്ടെ ഈ ജന്മത്തില്. അതിനുള്ള വഴി ഈശ്വരൻ ഉണ്ടാക്കട്ടെ. അപ്പൊ അതിനുള്ള വഴിയിലേക്ക് അർഹത നേടാനായിട്ട് അവർക്ക് ധർമ്മപരമായ ജീവിതം ഉണ്ടാകണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ധർമ്മപരമായ ജീവിതം ഉണ്ടായി അവർക്ക് മനസ്സിന് ശാന്തിയും പൂർണ്ണതയും ഒക്കെ കിട്ടാൻ നല്ല ഉപദേശങ്ങളെ കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് വ്യവഹാരം. ആ വ്യവഹാരം എല്ലാം തിരിച്ചറിയണം. അപ്പൊ വീട്ടിൽ വളരെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും.
ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇത്രയും പഠിച്ചല്ലോ, ഇത്രയും മുന്നോട്ട് വന്നല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം കഴിഞ്ഞു. കുറെ കാര്യങ്ങൾ, നമ്മൾ ഈ ശരീരം വന്നതിന്റെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഈ ശരീരമുള്ളത് അന്തിമ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശരീരം നിലനിൽക്കുന്നത് എന്നും കൂടെ ഓർക്കുക. അത് ആ ഓർമ്മ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഒരുവിധപ്പെട്ട ഇപ്പൊ ഇതിനകത്ത് ഈ ഗ്രൂപ്പിലുള്ള ഒരുവിധം എല്ലാവരും അവനവന്റെ ഡ്യൂട്ടീസ് ഒക്കെ തീർത്തവരാണ്. ഇനി വേണ്ടത് ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം, പ്രധാന ധർമ്മം ആത്മധർമ്മം. മറ്റെല്ലാത്തിനെ മാറ്റിവെച്ച് ആത്മധർമ്മത്തിനായിരിക്കണം ഇനി ശ്രദ്ധ. ആ ആത്മധർമ്മം ശ്രദ്ധിക്കുമ്പോൾ പുറത്തുള്ള വ്യവഹാരത്തെ തള്ളിക്കളഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്, ഉള്ളിന്റെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് വ്യവഹാരത്തിൽ കൂടി മുന്നോട്ട് പോകണം. ഇനിയും വ്യവഹാരം ഉണ്ടാവുമല്ലോ, വ്യവഹാരിക്കാതിരിക്കാൻ പറ്റുമോ? എവിടെ ചെന്നാലും വ്യവഹരിക്കേണ്ടി വരും. ആശ്രമത്തിൽ ചെന്നാലും വ്യവഹാരം വേണ്ടി വരും. ആശ്രമം നടത്തിക്കൊണ്ടുപോകണം, അവിടുത്തെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ കാണും, അവിടെയും ചെയ്യണം. ഒന്നും വേണ്ട, ഒരു കാഷായ വസ്ത്രം ധരിക്കണമെങ്കിൽ പോലും വ്യവഹാരമില്ലാതെ പറ്റുമോ? ഒരു രുദ്രാക്ഷം കഴുത്തിലിടണമെങ്കിൽ വ്യവഹാരമില്ലാതെ പറ്റുമോ? വ്യവഹാരം എല്ലാത്തിനും വേണ്ടി വരും. ഉള്ളിൻ്റെ ഉള്ളിൽ അറിയണം, ഈ ശരീരം പോകും, ഇത് വ്യവഹാരം മാത്രമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മസ്വരൂപമാണ്, ഞാൻ ആനന്ദസ്വരൂപമാണ്, ഞാൻ സച്ചിദാനന്ദമാണ്, ഞാൻ ചിത്താണ്, സത്താണ്. അപ്പോ അവിടെ ചോദിച്ചു എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അതിന് വ്യവഹാരത്തിലൂടെ മറുപടി പറഞ്ഞു. കാരണം ആ ചോദിച്ച ആളെ കുറിച്ചും കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ജ്ഞാനിയോട് പ്രഭാഷണം നടത്തി കഴിഞ്ഞത് ആവട്ടെ ഇറങ്ങിയപ്പോൾ ചോദിച്ചു എവിടുന്ന് വന്നു, എവിടേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോ ചോദിക്കുന്ന ആൾ ആരാണ് അത് നമ്മൾ മനസ്സിലാക്കണം. ആരാ ചോദിച്ചത്? ഒരു സാധാരണ മനുഷ്യൻ അല്ലേ, ഒരു സാധാരണക്കാരനല്ലേ ചോദിച്ചത്, വേറൊരു ജ്ഞാനി അല്ലല്ലോ വന്ന് ചോദിച്ചേ. ആ സാധാരണ ആള് വന്ന് ചോദിച്ചത് ഈ ജ്ഞാനിയുടെ ആത്മാവിന്റെ കാര്യമാണോ ചോദിച്ചേ? ഒരിക്കലും അല്ല. അയാൾ സാധാരണ ലൗകിക കാര്യം തന്നെയാ ചോദിച്ചേ. അപ്പൊ അപ്പൊ കൊടുക്കേണ്ട മറുപടിയും ആ രീതിയിൽ ആയിരിക്കണം. നമ്മൾ ഈ കാണുന്ന ശരീരത്തിന്റെ കാര്യം തന്നെ അദ്ദേഹം ചോദിച്ചു എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോ, എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുമ്പോഴും, വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും, ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ ആ ചോദിക്കുന്ന ആള് അയാൾ സാധാരണ ലൗകികനാണ്, അയാൾ ഈ ശരീരത്തിന്റെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോ അതിനുള്ള മറുപടി വേണം കൊടുക്കാൻ. പക്ഷെ ഉള്ളില് ആ സമയത്തും അറിയണം ഇത് വ്യവഹാരമാണ് എന്ന്. അപ്പോ ഈ സമയത്ത് ആ ജ്ഞാനി സ്വയം ആത്മാ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരീരത്തിന്റെ ആവശ്യങ്ങളെ അവിടെ പറയുന്നത്. ആ സമയത്ത് ഞാൻ എന്നതിനെ ശരീരത്തിന് ഉപയോഗപ്പെടുത്തും. ഇതാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്. ജ്ഞാനി വ്യവഹാര സമയത്ത് ഞാൻ എന്ന് പറയുമ്പോൾ ശരീരത്തെ ഉപയോഗപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. അവർ വ്യവഹാരത്തിൽ മാത്രം ഞാൻ എന്ന പദത്തെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നു. അവര് വ്യവഹാരത്തിൽ മാത്രം ഞാൻ എന്ന പദത്തെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. നമ്മൾ സദാസമയവും ഞാൻ എന്ന പദത്തെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അജ്ഞാനിയായ നാം, അജ്ഞാനികൾ സദാസമയവും ശരീരത്തെ ഞാൻ എന്ന പദവുമായി ബന്ധിപ്പിക്കുന്നു. ജ്ഞാനികൾ വ്യവഹാരത്തിൽ മാത്രം ഞാൻ എന്ന പദത്തെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദമായിട്ട് ഉള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓരോ വരിയായിട്ട് അഹം എന്നുള്ള അവിടെ നിന്ന് തൊട്ടുള്ളത് ഓരോന്നായിട്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും സായിറാം, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ, താങ്ക് യു സർ. സായിറാം. സായിറാം സർ. സായിറാം. സായിറാം. സായിറാം സർ. സായിറാം സർ. സായിറാം. സായിറാം സർ. സായിറാം. സായിറാം സുരേഷ്.